വ്യക്തമായ കാഴ്ചയുമായി ജസൽ ഒപ്റ്റിക്കൽസ് എന്നും കൂടെയുണ്ടാകും. നാഷണലും ഇന്റർനാഷണലുമായിട്ടുള്ള എല്ലാ കമ്പനികളുടെയും ലെൻസും ഫ്രെയിമും ന്യായമായ വിലയ്ക്ക് ലഭിക്കുന്ന കൊച്ചിയുടെ സ്വന്തം ഒപ്റ്റിക്കൽ ഷോറൂം ജസൽ ഒപ്റ്റിക്കൽസ്. ജസൽ ഒപ്റ്റിക്കൽസ്, ഓപ്പോസിറ്റ് TB ഹോസ്പിറ്റൽ, കരിവേലിപ്പടി, കൊച്ചി. ഫെഫ്ക ജനറൽ സെക്രട്ടറിക്കെതിരെ പ്രതിഷേധവുമായി മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ. ഫെഫ്ക ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണനെതിരെ മേക്കപ്പ് ഹെയർ സ്റ്റൈലിസ്റ്റ് ആർട്ടിസ്റ്റുകളുടെ പ്രതിഷേധം. ഹേമ കമ്മിറ്റിക്ക് മൊഴി നൽകിയതിനും പീഡനങ്ങളെ ചെറുക്കുന്നതിനും തങ്ങളെ സംഘടനയിൽ നിന്ന് പുറത്താക്കുകയാണെന്നും ബി ഉണ്ണികൃഷ്ണൻ രാജിവെക്കുന്ന അടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മേക്കപ്പ് ആർട്ടിസ്റ്റുകളായ രോഹിണി, ഏഞ്ചൽ, എലിസബത്ത് എന്നിവർ നിരാഹാര സമരം ആരംഭിച്ചത്. നമുക്ക് പൈസ അടയ്ക്കുന്നത് വരെ ജോലി തരാമെന്നും പൈസ അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ സ്വയം തൊഴിൽ കണ്ടെത്തിക്കോളാം എന്നാണ് പറയുന്നത്. പിന്നെ ഞങ്ങളിപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം കുറച്ച് സ്ത്രീകൾ മീഡിയയുടെ മുമ്പിൽ ഞങ്ങളുടെ അനുഭവങ്ങൾ തുറന്നു പറഞ്ഞു. അതിന് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. ഭാഗ്യലക്ഷ്മി, ബി ഉണ്ണികൃഷ്ണൻ ഇവരെല്ലാവരും ഞങ്ങളെ വിളിച്ചിട്ട് ശാസിച്ചു. ഞങ്ങൾ മലർന്ന് കിടന്ന് കുത്തുകയാണ്, അങ്ങനെ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ശാസിച്ചു. അതിനെതിരെ ഞാൻ മീഡിയയിൽ ഭാഗ്യലക്ഷ്മിക്കെതിരെ ബൈറ്റ് കൊടുത്തപ്പോൾ ഇവർ പറഞ്ഞതിനെതിരെ ഞാൻ ബൈറ്റ് കൊടുത്തു. അപ്പോൾ എനിക്ക് ഷോക്കോസ് നോട്ടീസാണ് വന്നത്, എന്നെ പുറത്താക്കി എന്നുള്ള ലെവലിൽ. അപ്പോൾ ഞാൻ അതിന് കേസ് വീണ്ടും കൊടുത്തു. വീണ്ടും കേസ് ഫയൽ ചെയ്തപ്പോൾ ഇപ്പോൾ നോഡൽ ഓഫീസർ വീണ്ടും കേസ് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഫെഫ്ക നമ്മളുടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം ഒരു പ്ലാൻ ഓഫ് ആക്ഷൻ പുറത്തുവിട്ടിരുന്നല്ലോ. ഫെഫ്കയിൽ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള ഓൾ കേരള സിനി മേക്കപ്പ് ആർട്ടിസ്റ്റ് ആൻഡ് ഹെയർ സ്റ്റൈലിസ്റ്റ് യൂണിയന്റെ ഓഫീസിന് മുന്നിലായിരുന്നു സമരം. ഫെഫ്ക ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണൻ, ജോയിന്റ് സെക്രട്ടറി പ്രദീപ് രംഗൻ എന്നിവർ രാജിവെക്കുക, മേക്കപ്പ് വിഭാഗം മേധാവികളുടെ കീഴിൽ നിന്നും ഹെയർ സ്റ്റൈലിസ്റ്റുകളെ സ്വതന്ത്രരാക്കുക, സിനിമാ തൊഴിൽ മേഖലയിൽ സർക്കാർ ഇടപെടുക, തൊഴിൽ നിഷേധം അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം. ഞങ്ങൾക്ക് ഞങ്ങളുടെ യൂണിയൻ വിട്ടു തന്നെ. ഞങ്ങൾക്ക് സെപ്പറേറ്റ് യൂണിയനാണ്. മേക്കപ്പ് സെക്ഷൻ്റെ ഉള്ളിലാണ് ഹെയറിന്റെ വിഭാഗം വരുന്നത്. ആ സെക്ഷൻ മാറ്റി തന്ന് അത് സെപ്പറേറ്റ് ഒരു യൂണിയൻ ആക്കി തന്നു കഴിഞ്ഞാൽ ഇത് തീരാവുന്ന പ്രശ്നങ്ങളെ. കാരണം ഭീഷണിയുണ്ട്. ഞാനിവിടെ ഒരു ബയലോ ചോദിച്ചു. ഞാൻ 1 ലക്ഷം അടിച്ച് കാർഡ് എടുത്ത വ്യക്തിയാണ്. ഞാൻ ബയലോ ചോദിച്ചതിന് എന്നെ പേഴ്സണലി വിളിച്ചു പറഞ്ഞു, അതായത് എൻ്റെ കാർഡ് കട്ട് ചെയ്യാൻ നിൽക്കുന്നതിന് നോട്ടീസ് അയക്കുന്നതിന് നിനക്ക് എന്തിനാണ് ബയലോ, ആര് പറഞ്ഞിട്ടാണ്, അങ്ങനെയുള്ള പേടിയുണ്ട്. പക്ഷെ നാളെ ഒരു സ്ത്രീക്കും ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുണ്ടാവരുത്. ലോകം ഇതറിയണം, ലോകം അറിയണം. സ്ത്രീകൾക്ക് തൊഴിലെടുത്ത് സുരക്ഷിതത്വം ഉറപ്പുവരുത്തണം. ന്യൂസ് ബ്യൂറോ, കൊച്ചി.